വിദ്യാഭ്യാസം എന്നത് ക്ലാസ് മുറികൾക്കുള്ളിൽ ഒതുക്കേണ്ട ഒരു വെറും പ്രക്രിയ അല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ സമ്പൂർണമായ സമഗ്രമായ വ്യക്തിത്വ വികസനത്തിനും ഉതകുന്നതായിരിക്കണം എന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധന്മാരുടെയും വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാരുടെയും പൊതുവെ ഉള്ള പൊതുസമൂഹത്തിൻ്റെയും താല്പര്യം അല്ലെങ്കിൽ അഭിപ്രായം എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ബോധപൂർവം നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ് മുറികളുടെ വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ബിരുദം നേടിപ്പോവുക എന്നതിനുപരിയായി കായിക വിഷയങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക, കലാപരമായ വാസനകളുള്ളവരെ പോഷിപ്പിക്കുക, ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സർഗവാസനകളെ പോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഗതിയാണ് കലോത്സവം എന്ന് പറയുന്നത്. എല്ലാ വർഷവും സ്കൂൾ വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പോഷിപ്പിക്കുന്നതിന് കലാമത്സരങ്ങൾ നടത്തി അതിലുള്ള പ്രതിഭകൾക്ക് പ്രത്യേകമായി സമ്മാനങ്ങളും ഗ്രേസ് മാർക്കും ഒക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു സമ്പ്രദായം ദശാബ്ദങ്ങളായി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് മാത്രമല്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കുന്നതിനും ചില പരിഷ്കാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതിനുമായി ഈ അടുത്ത കാലത്ത് ഒരു പ്രത്യേകമായ കമ്മിറ്റിയെ സർക്കാർ നിയമിക്കുകയുണ്ടായി. ഖാദർ കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. ആ കമ്മിറ്റി വളരെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ദീർഘകാലത്തെ പഠനത്തിന് ശേഷം ഒരു വിശദമായ റിപ്പോർട്ട് 2 ഭാഗങ്ങളായി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ അതിനകത്തെ ചില പരാമർശങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ എടുത്തു കാട്ടി അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധ്യാപക സംഘടനകൾ ഇതേക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. പൊതുസമൂഹത്തിലെ സംഘടനകൾ, അതായത് സാമൂഹിക സംഘടനകൾ, അതുപോലെ മാധ്യമങ്ങളൊക്കെയും ഇതിനെ സംബന്ധിച്ച് പല നിരീക്ഷണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഈ വീഡിയോയിലൂടെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു, നിലവിലുള്ള രീതിയിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ കലാമത്സരങ്ങൾ നടത്തേണ്ടതില്ല, മറിച്ച് ജില്ലാ തലങ്ങളിൽ മാത്രം നടത്തി അവിടെ അവസാനിപ്പിച്ചാൽ മതിയെന്ന്. എന്തൊരു വിചിത്രമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്! വളരെ കൗതുകകരം എന്ന് തന്നെ പറയാവുന്ന ഒരു നിർദ്ദേശം. ജില്ലാ തലങ്ങളിൽ ഇത് അവസാനിപ്പിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം അനുസരിച്ച് സബ് ജില്ല, അതുപോലെ ജില്ല, അങ്ങനെ സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങൾ നടത്തി എല്ലാ മത്സരങ്ങളിലും ഏറ്റവും മെച്ചപ്പെട്ട ആളെ 1ാം സ്ഥാനത്ത് നിർത്തി അവരെയൊക്കെ പ്രോത്സാഹനം നടത്തി വലിയ വലിയ കലാകാരന്മാരെ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ആക്കുന്നതിനും ഒക്കെയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട ചില ആക്ഷേപങ്ങളൊക്കെ ചില വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട രീതിയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കലാമത്സരങ്ങൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ താഴെ തട്ടിൽ മത്സരങ്ങളിൽ നടത്തി അതിനകത്ത് വിജയിക്കുന്ന ആളുകളെ 1, 2, 3 സ്ഥാനമുള്ള ആളുകളെ അടുത്ത തട്ടിലേക്ക് കൊണ്ടുപോവുക, അവിടെയും വിജയിക്കുന്ന ആളുകളെ സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാ സ്കൂളുകൾക്കും പങ്കെടുക്കത്തക്ക രീതിയിൽ വളരെ വ്യാപകമായി ഒരാഘോഷമായിട്ടാണ് കേരളത്തിൽ ഈ കലാമത്സരങ്ങൾ വർഷങ്ങളായി അല്ലെങ്കിൽ ദശാബ്ദങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് പരിഷ്കാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഖാദർ കമ്മിറ്റി പറയുന്നത്. അങ്ങനെ സംസ്ഥാന തലത്തിൽ മത്സരം ആവശ്യമില്ല, ജില്ലാ തലങ്ങളിൽ മത്സരം നടത്തി അർഹരായിട്ടുള്ള ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയോ പ്രോത്സാഹനം കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വളരെ കേവലമായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതായത് ഒരു സംസ്ഥാന തലത്തിൽ മത്സരം നടത്തി സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭയായ ഒരു ഭരതനാട്യക്കാരനെയോ നാട്യക്കാരിയോ അല്ലെങ്കിൽ ഓട്ടം തുള്ളലോ അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കുച്ചിപ്പിടിയോ ഒക്കെ നടത്തി സംസ്ഥാനത്തിന് 1ാം സ്ഥാനം കിട്ടാൻ അർഹതയുള്ള ആളുകൾക്ക് അതിന് അവസരം കൊടുക്കാതെ അങ്ങനെയുള്ള കുട്ടികളെ എല്ലാം ജില്ലാ തലങ്ങളിൽ വെച്ച് അവസാനിപ്പിച്ച് വിടണം എന്ന് പറയുന്നത് എത്ര വികലമായ അശാസ്ത്രീയമായ നിർദ്ദേശമാണ്.
ഈ അതിബുദ്ധി ഈ ഖാദർ കമ്മിറ്റിക്ക് എവിടെ നിന്ന് വന്നു എന്ന് ഒത്തും പിടിയും കിട്ടുന്നില്ല. ഇതാണോ യഥാർത്ഥത്തിൽ ഒരു മത്സരം എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കുന്നു. കലാമത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ സ്കൂളുകൾ ഒരുക്കി കൊടുക്കുന്നു, മാനേജ്മെൻറ്റുകൾ ഒരുക്കി കൊടുക്കുന്നു, കായിക മത്സരങ്ങൾ നടത്താനുള്ള വേദികൾ ഒരുക്കി കൊടുക്കുന്നു. അതിനെല്ലാം സർക്കാർ പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഇത്രയും വളരെ കാര്യക്ഷമമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദശാബ്ദങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലാമേളയെ ഇപ്പോൾ പറയുകയാണ് ജില്ലാ തലത്തിൽ കൊണ്ട് ഒതുക്കി തീർക്കണമെന്ന്. എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഉത്തരം കണ്ടെത്താനായി കഴിയുന്നില്ല. നേരത്തെ ചോദിച്ച ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട കലാകാരന്മാരെയോ കലാകാരികളെയോ ഒക്കെ കണ്ടെത്തുന്നതിന് ഉള്ള ഒരു ആരോഗ്യപരമായ മത്സരത്തിനുള്ള വേദിയായി ഈ കലാമത്സരങ്ങൾ ഇപ്പോൾ തുടരുമ്പോൾ ഇതെന്ത് അപകടമാണ് വരുത്തിയത്, ഇതിന് ഭേദഗതി നിർദ്ദേശിക്കാനുണ്ടായ ചേതോവികാരം എന്താണെന്ന് ഈ ഖാദർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ആളുകൾ വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന ഒരു നിർദ്ദേശമല്ല. ഏതായാലും ഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ പലതും പ്രായോഗികമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഓരോ വകുപ്പും പ്രത്യേകമായി ഇവിടുത്തെ പരിതസ്ഥിതി മനസ്സിലാക്കി മാത്രമേ ആലോചിച്ച് നടപ്പാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഒരു ആശ്വാസമുണ്ട്. എന്നാലും ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് സമർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾക്കുണ്ട് എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതിനായി അവരാരും തന്നെ മുന്നോട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ട് കലാമത്സരങ്ങൾ ഈ മറ്റേ രാഷ്ട്രീയ മത്സരങ്ങളെ പോലെ കാണേണ്ടതല്ല. സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസരമാണ്. കുട്ടികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്നതിനുള്ള ഒരു വേദിയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരാളത്വ വികസനത്തിന്, സമഗ്രമായ ഒരു വ്യക്തിത്വ വികസനത്തിന് കായിക മത്സരങ്ങളൊക്കെ അനിവാര്യമാണ്. അത് അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ അനിവാര്യത. അപ്പോൾ അത് കാര്യമായ പ്രതിബന്ധമൊന്നും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതുവരെ വരുത്തിയിട്ടില്ലാത്തതുകൊണ്ട് അതിനൊരു മാറ്റം വേണമെന്ന് നിർദ്ദേശിക്കുന്നത് വളരെ അപക്വമാണ്, യാതൊരു വിവേകത്തോടു കൂടിയുള്ളതല്ല എന്ന് പച്ചയായി പറയേണ്ടിയിരിക്കുന്നു. അവിടെയുള്ള ഒരു വലിയ വൈരുദ്ധ്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു, സ്കൂൾ ക്യാമ്പസുകളെല്ലാം രാഷ്ട്രീയം അനുവദിക്കണമെന്ന്. ഇത് എത്രമാത്രം വിചിത്രമാണെന്ന് നോക്കണം ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ. ഒരു ഭാഗത്ത് പറയുന്നു സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കലാമത്സരങ്ങൾ, രാഷ്ട്രീയ ഭിന്നത ഒന്നുമില്ലാതെ നടത്തപ്പെടുന്ന കലാമത്സരങ്ങളെല്ലാം ജില്ലാ തലത്തിൽ ഒതുക്കണം. എന്നിട്ട് മറുഭാഗത്ത് പറയുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. അതുതന്നെ യാതൊരു തരത്തിലും പൊരുത്തപ്പെടുന്നതായിട്ടുള്ള ഒരു നിർദ്ദേശമല്ലല്ലോ. സ്കൂളുകൾ ക്യാമ്പസുകളിലെ രാഷ്ട്രീയം പാടില്ല എന്ന് സർക്കാർ തന്നെ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് നിലവിലുണ്ട്. 2003 പുറപ്പെടുവിച്ച ഉത്തരവാണ്. അതുപോലെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നിരീക്ഷണങ്ങളുണ്ട്. ഹൈക്കോടതി വിദ്യാലയ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിച്ചിട്ടുണ്ട്. കോളേജുകളിലും സർവകലാശാലകളിലും മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ലിംഗോ ഇവിടെ അധ്യക്ഷത നടത്തിയ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ലിംഗോ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു തരത്തിലും കക്ഷി രാഷ്ട്രീയം ക്യാമ്പസുകളിൽ, കോളേജുകളിലാകട്ടെ സർവകലാശാലകളിലാകട്ടെ പാടില്ല. അവിടുത്തെ തെരഞ്ഞെടുപ്പ്, യൂണിയൻ തെരഞ്ഞെടുപ്പൊക്കെ ചില കൃത്യമായ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കണം. ഒരു പാർലമെന്ററി സിസ്റ്റം തന്നെ ആയാലും തരക്കേടില്ല. പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ യൂണിയൻ ചെയർമാനെയോ ഒക്കെ നേരിട്ട് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ ആലോചിക്കണമെന്ന് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ശുപാർശകളാണ് ഈ ലിംഗോ കമ്മിറ്റി 2005 സർക്കാരിന്, അന്നത്തെ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്. പക്ഷെ അതിലെ പല ശുപാർശകളും ഒരു സംസ്ഥാനവും കാര്യമായി നടപ്പാക്കിയിട്ടില്ല. പരീക്ഷയിൽ പാസ്സാകുന്ന കുട്ടികൾ മാത്രമേ സ്ഥാനാർത്ഥികളാകാൻ പാടുള്ളൂ. ഹാജർ കൃത്യമായിട്ട് ഒരു നിശ്ചിത ശതമാനം ഉണ്ടായിരിക്കണം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ലിംഗോ കമ്മിറ്റി 2005 സർക്കാരിന് സമർപ്പിച്ചത്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ആ ശുപാർശകൾ പലതും പലയിടത്തും പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. ആരും വേണ്ടത്ര ഗൗരവം കൊടുത്തിട്ടില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ക്യാമ്പസുകളിൽ കക്ഷി രാഷ്ട്രീയം പാടില്ല എന്നുള്ള വിധി പുറപ്പെടുവിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ പല മാനേജ്മെൻറ്റുകളും ചില കോളേജുകളിലെങ്കിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മത്സരം നിരോധിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഖാദർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് വിദ്യാലയങ്ങളിലൊക്കെ രാഷ്ട്രീയമാകാൻ പറഞ്ഞിരിക്കുന്ന വളരെ തമാശയുള്ള ഒരു സാഹചര്യവും വിശദീകരിക്കുന്നുണ്ട്. അതായത്
ഒരു സ്കൂൾ വിദ്യാർത്ഥി 12 വർഷത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ വോട്ടവകാശമുള്ള ആളായി മാറും. അതുകൊണ്ട് രാഷ്ട്രീയം പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് എന്തൊരു അശാസ്ത്രീയമായിട്ടുള്ള വിവേകശൂന്യമായിട്ടുള്ള ഒരു ശുപാർശയാണ്. കേരളത്തിൽ നിലവിലിരിക്കുന്ന സമ്പ്രദായം അനുസരിച്ച് 12 ക്ലാസ്സുകൾ പഠിച്ചു പാസ്സാകുന്ന ഒരു കുട്ടിക്ക് 17 വയസ്സേ ആകുള്ളൂ. 5ാം ക്ലാസ്സിലാണ്, 5ാമത്തെ വയസ്സിലാണ് 1ാം ക്ലാസ്സിൽ ചേരുന്നത്. അപ്പോൾ +2 കഴിയുമ്പോൾ 17 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ളവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അപ്പോൾ തന്നെ ഇത് ഒരു തരത്തിൽ വേണ്ട രീതിയിൽ ആലോചിക്കാതെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ഈ മാറ്റങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അതിൻ്റെ പുറകിലെ ഒരു ബുദ്ധിശൂന്യതയും വിവേകശൂന്യതയും ഒക്കെ എടുത്തു പറയേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ കലാമത്സരങ്ങളെല്ലാം ജില്ലാതലത്തിൽ അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. ഒരു കാലത്തും അത് പ്രായോഗികമല്ല, അത് സ്വീകരിക്കുമെന്ന് കരുതേണ്ടതില്ല. കാരണം അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളുമൊക്കെ വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും നോക്കിക്കാണുന്നത്. അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയമൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പല കുട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രശസ്തരായിട്ടുള്ള അഭിനേതാക്കൾ, ഗായകർ അല്ലെങ്കിൽ മറ്റേ കലാമത്സരങ്ങളിൽ ഒക്കെ പ്രാഗൽഭ്യം നേടിയവരൊക്കെ ഇന്ന് സമൂഹത്തിലും അതുപോലെ മാധ്യമങ്ങളിലും ഒക്കെ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. സിനിമ, നാടക മേഖലകളിലൊക്കെ വളരെ ഉയർന്ന സ്ഥാനത്തെത്തിയിട്ടുള്ള ആളുകൾ ഈ കലാമത്സരങ്ങളിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ളവരാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു സാഹചര്യം ഉള്ളപ്പോൾ അതിനെ പുറകോട്ടടിക്കാതെ അതെങ്ങനെ കൂടുതൽ ചിട്ടയായി നടത്തി വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വികാസത്തിന് വളർച്ചയ്ക്കൊക്കെ ഉപകരണമാക്കാമെന്ന രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇത് മാനേജ്മെൻ്റ് ആകട്ടെ, സർക്കാരാകട്ടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹമാകട്ടെ, അധ്യാപക സംഘടനകളാകട്ടെ ഈ നിർദ്ദേശത്തെ ഒരു കാരണവശാലും സ്വീകരിക്കുകയില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് ഈ തരത്തിലുള്ള അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളെ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ പ്രായോഗികമായി കേരളത്തിലെ സാഹചര്യത്തിൽ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത്തരം ശുപാർശകൾ മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. എന്തായാലും ബഹുമാനപ്പെട്ട സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് മന്ത്രിസഭ താത്വികമായി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ നടപ്പാക്കലിനൊക്കെ കുറേ അധികം സമയം വേണം, ഓരോ വകുപ്പുകളും പ്രത്യേകമായി ചർച്ച ചെയ്യണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശുഭോദർക്കമാണ്. പൊതുസമൂഹവും ഈ കാര്യത്തിൽ തീർച്ചയായും തക്ക പ്രതികരണം തക്ക സമയത്ത് നടത്തും. ഇപ്പോൾ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് അവിടെയും ഇവിടെയും ഉള്ള പരാമർശങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു സമഗ്രമായ ചർച്ചയ്ക്കും ഒരു വളരെ ബുദ്ധിപൂർവമുള്ള തീരുമാനങ്ങൾക്കും വഴിതെളിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാകണം. ഇനി ഏതായാലും ഈ വർഷം ഒന്നും ഇനി ഈ കാര്യങ്ങളിൽ ഈ പരിഷ്കാരങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അധ്യയന വർഷം ഏതാണ്ട് 1ാമത്തെ ടേം പൂർത്തിയാകാൻ പോവുകയാണ്. അധ്യയനം വളരെ ഗൗരവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയ്ക്ക് ഈ പരിഷ്കാരങ്ങളൊക്കെ ഇനി കൊണ്ടുവരിക എന്ന് പറയുന്നതും പ്രായോഗികമല്ല. അധ്യാപക വിദ്യാർത്ഥി അനുവാദത്തെക്കുറിച്ചൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതൊക്കെ തന്നെ വളരെ കൗതുകകരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ വിശദമായി ഈ റിപ്പോർട്ട് പഠിക്കുമ്പോൾ മാത്രമേ ആ വിവരങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരികയുള്ളൂ. എന്തായാലും ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അവർ അവകാശപ്പെടുന്ന പോലെ വലിയൊരു മാഗ്ന കാർട്ടയൊന്നുമല്ല. അങ്ങനെ വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു റിപ്പോർട്ടായിട്ട് പൊതുസമൂഹം കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് ഇത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യമായി കിട്ടിയ അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള സൂചനകൾ. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട ചർച്ചകൾ നടക്കാതെ സർക്കാർ തലത്തിലും ഉദ്യോഗ തലത്തിലും അധ്യാപക സംഘടനകളെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ മാത്രമായി വേണം ഈ റിപ്പോർട്ടിനെ കാണേണ്ടത് എന്നാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്.